എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമ്മൾ വിചാരിക്കാത്തതും 32 വർഷമായി അമ്മയിൽ നടക്കാത്തതുമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് എനിക്കൊരു ആധാരവുമുണ്ട്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്, ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്, ദക്ഷിണ. കേട്ടല്ലോ, ഇത് ഒന്നാമത്തെ കാര്യം. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഞാൻ അയച്ചു തരാം, ആർക്കെങ്കിലും താല്പര്യമുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവര് കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവും ഇല്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക്